പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോ ഈ വചനം നിങ്ങളെ ഓരോരുത്തരെയും ഓർമ്മിപ്പിക്കുന്നത്, പ്രിയ മക്കളെ, ഇത് അന്തരംഗത്തിൽ നിന്നുള്ള സുവിശേഷ പ്രഘോഷണമാണ്. യേശുവിന്റെ വചനം നമ്മളെ ഇങ്ങനെ പറഞ്ഞ് ഓർമ്മിപ്പിക്കുന്നു, ആരാണ് എൻ്റെ അമ്മയും സഹോദരങ്ങളും? യേശു മത്തായിയുടെ സുവിശേഷം 12-ാം അധ്യായത്തിൽ ഇങ്ങനെ ഓർമ്മിപ്പിക്കുന്നു. 46 തൊട്ട് അവിടുന്ന് അവൻ ജനക്കൂട്ടത്തോട് പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പോൾ അവന്റെ അമ്മയും സഹോദരനും അവനോട് സംസാരിക്കാൻ ആഗ്രഹിച്ചു പറഞ്ഞു പുറത്തു നിന്നിരുന്നു. അവരോട് ഈശോ പറഞ്ഞു, ആരാണ് എൻ്റെ അമ്മയും സഹോദരങ്ങളും? ആരാണ് എൻ്റെ അമ്മയും സഹോദരനും സഹോദരിയും? പ്രിയ മക്കളെ, വചനം കേട്ട് അത് പാലിക്കുന്നവരാണ് എൻ്റെ സഹോദരനും സഹോദരിയും അമ്മയും. പ്രിയ മക്കളെ, യേശുവിന്റെ വചനം നമ്മൾ പാലിക്കുന്നവരാണോ, അപ്പോൾ സഹോദരനും സഹോദരിയും അമ്മയുമാകുവാൻ നിങ്ങളെയും ദൈവം വിളിക്കുന്നു. കാരണം യേശുവിന്റെ സഹോദരനായി തീരുമ്പോൾ യേശുവിന്റെ പ്രവർത്തനം നമ്മൾ ചെയ്യുവാൻ വിളിക്കപ്പെട്ടവരാണ്. യേശുവിന് അമ്മയായി മാറുമ്പോൾ അമ്മയെ പോലെ എളിമയുള്ളവരാകുവാൻ നമ്മളെ ദൈവം അനുഗ്രഹിക്കുന്നു. പ്രിയ മക്കളെ, സഹോദരികൾ എന്ന് പറയുമ്പോൾ ഭക്തശ്രീകൾ അനവധി പേര് ഈശോയുടെ കൂടെ ഉണ്ടായിരുന്നു. കുരിശിന്റെ ചുവട്ടിൽ മഗ്ദല മറിയം നിന്നിരുന്നു. അവരൊക്കെയും ഈശോയുടെ വചനം കേട്ട് പാലിച്ചവരാണ്. അങ്ങനെ ജീവിക്കുവാൻ ദൈവം നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. ഈ ദിവസം നമ്മൾ ഓരോരുത്തരും ദൈവത്തിന് അമ്മയും സഹോദരങ്ങളായി മാറുവാൻ ഈശോ നമ്മളെ വിളിക്കുന്നു. അതിനുവേണ്ടി നിങ്ങളെ ഓരോരുത്തരെയും ദൈവം ആശ്വസിക്കട്ടെ. ദൈവത്തിന്റെ വചനം സജീവവും ഊർജ്ജസ്വലവുമാണ്. അത് ഇരുതലവാളിനേക്കാൾ മൂർച്ചയുള്ളതാണ്. അതുകൊണ്ട് ഈ വചനം നിങ്ങൾ ഷെയർ ചെയ്യണമേ. നിങ്ങളുടെ ഓരോരുത്തരും ജീവിതത്തിൽ ദൈവം ഇടപെടും എന്ന ഉറപ്പോടുകൂടി പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ.